വാർദ്ധക്യകാലത്തിൽ വിഷാദരോഗിയായ ഒരു നല്ല അച്ഛൻ്റെ കഥ. ഇത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാകയാൽ ഇതിൻ്റെ മുഖ്യ കഥാപാത്രമായ പുരോഹിതൻ്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് സാങ്കല്പികമായി മാത്യു കുന്തനാവള്ളിൽ എന്ന പേര് കൊടുക്കാം. ഫാദർ മാത്യു കുന്തനാവള്ളിൽ. അദ്ദേഹത്തിന് ഇപ്പോൾ 81 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചിട്ട് ഏതാണ്ട് 10 വർഷത്തിൽ ഏറെയായി. പ്രിയപ്പെട്ട അച്ഛൻ ഏതാണ്ട് തനിച്ചാണ്. വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ അച്ഛൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സങ്കടത്തിന് 2 മുഖങ്ങളുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കുന്ന വിഷാദത്തിൻ്റെ അവസ്ഥയ്ക്ക് 2 പ്രധാനപ്പെട്ട മുഖങ്ങളുണ്ട്. പ്രകടമാകാത്തത് മറ്റൊന്നെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ് ആ 2 മുഖങ്ങൾ? ഒന്ന്, അദ്ദേഹം പറയുന്നത് അദ്ദേഹം പുരോഹിതനായിരുന്ന കാലത്ത് ജോലി തിരക്ക് വളരെ ഏറെ ഉണ്ടായിരുന്നതിനാൽ പ്രിയ ഭാര്യയോട് വേണ്ട വിധത്തിൽ സൗഹാർദ്ദത്തിൽ സ്നേഹത്തിൽ ഇടപെടുവാനോ ശുശ്രൂഷിക്കുവാനോ അവളുടെ ജീവിതത്തിൽ സന്തോഷം പകരുവാനോ വേണ്ടതുപോലെ ശ്രമിക്കുവാനുള്ള സാവകാശം ലഭിച്ചിരുന്നില്ല. സാവകാശം ലഭിച്ചു വന്നപ്പോഴത്തേക്കും അതിന് കാത്തിരിക്കാതെ പത്നി, അദ്ദേഹത്തിൻ്റെ ഭാര്യ യാത്രയായി. രണ്ടാമത്തെ കാരണം ഇതിനേക്കാൾ വൈഷമ്യമേറിയതാണ്, കട്ടി കൂടിയതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരിക്കൽ കുർബാന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വേണ്ടതുപോലെ ശ്രദ്ധ ചെലുത്താഞ്ഞിട്ടാണോ എന്തോ അറിയില്ല, വാഴ്ത്തിക്കഴിഞ്ഞ അപ്പം കയ്യിൽ നിന്ന് നിലത്തു വീണുപോയി. അങ്ങനെ ഒരു വലിയ അക്കിടി പറ്റിയത് അതിൻ്റെ പാപം ഒന്ന് കുറച്ച് കിട്ടുവാനായി അദ്ദേഹം മുട്ടുകുത്തി നിലത്ത് നിന്ന് ആ വീണുപോയ അപ്പക്കഷ്ണം നാക്കുകൊണ്ട് നക്കിയെടുത്ത് ഭക്ഷിച്ചത് നഷ്ടപ്പെടുത്തിയില്ല. എങ്കിലും അങ്ങനെ അതിവിശുദ്ധമായ ഒരു വസ്തു തൻ്റെ കയ്യിൽ നിന്ന് വീണുപോയല്ലോ എന്ന താങ്ങാനാവാത്ത പാപഭാരം ഈ പാവപ്പെട്ട കത്തനാരെ നന്നേ മഥിക്കുന്നുണ്ട് എന്നത് കേൾക്കുന്നവർക്ക് അതിലല്പം അതിശയോക്തി ഇല്ലയോ എന്ന് സംശയം തോന്നാമെങ്കിലും അതനുഭവിക്കുന്ന ഈ പ്രിയപ്പെട്ട വയോധികനായ കത്തനാർക്ക് വഹിക്കാൻ വയ്യാത്ത ഒരു ഭാരമാണ് എന്നത് പച്ച പരമാർത്ഥം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇങ്ങനെ വാഴ്ത്തി നുറുക്കിയ അപ്പം നിലത്ത് വീണുപോയി എന്നതുകൊണ്ട് ലവലേശം പോലും പാപബോധം അനുഭവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതൊരു വലിയ അന്ധവിശ്വാസത്തിൻ്റെ അടിമയായിപ്പോയതുകൊണ്ടാണ് പ്രിയപ്പെട്ട അച്ഛന് ഈ ഒരു ദുർഗതി വന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ അല്പം ഇതിനോട് സഹകരിക്കുമെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. നമുക്ക് ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു പരാമർശം നടത്തുന്നത് ഒരു പക്ഷേ ഉചിതമായിരിക്കും. റോമൻ സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ, ചിന്തകളുടെ ലോകത്തിൽ വളരെയധികം തലയെടുപ്പുള്ള ഒരു വ്യക്തിയാണ് സിസറോ എന്ന് പറയുന്ന എഴുത്തുകാരൻ. അദ്ദേഹം വലിയ വാഗ്മിയായിരുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ വാഗ്മികൾ, അതിൽ 3 പേരുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്ന് സിസറോ ആയിരിക്കും എന്ന ഒരു വിലയിരുത്തൽ ചരിത്രകാരന്മാർ നടത്തുന്നു. അതേതായാലും അത് അവരുടെ കടമ അവർ നിർവഹിക്കണം. അദ്ദേഹം വലിയ വാഗ്മിയായിരുന്നു എന്നതിനെപ്പറ്റി യാതൊരു സംശയമില്ല. അദ്ദേഹം വലിയ ചിന്തകനായിരുന്നു. ലാറ്റിൻ പ്രോസ് ഏറ്റവും ഭംഗിയായി പ്രയോഗിക്കുന്നതിൽ സിസറോയുടെ അടുത്തെത്താൻ കഴിവുള്ള ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെപ്പറ്റി ജൂലിയസ് സീസർ പറഞ്ഞിട്ടൊരു കാര്യം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അദ്ദേഹം പറയുന്നു, മനുഷ്യരുടെ ചിന്തകളുടെ അതിർവരമ്പ് വികസിപ്പിച്ച് തിരുത്തി എഴുതുന്നതാണ് സാമ്രാജ്യങ്ങളുടെ അതിരുകൾ വികസിപ്പിക്കുന്നതിനേക്കാൾ അഭികാമ്യമായത്. ആ പ്രവൃത്തിയാണ് സിസറോ ചെയ്തത്. ഇറ്റ്സ് എ ഫാർ നോബ്ലർ തിങ് ടു എൻലാർജ് ദ ബൗണ്ടറീസ് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ദാൻ ഓഫ് ദ എംപയർ. സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ വികസിപ്പിക്കുന്നതിനേക്കാൾ മനുഷ്യൻ്റെ ബുദ്ധിയുടെ അതിർത്തികൾ വികസിപ്പിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ആ പ്രവൃത്തിയാണ് സിസറോ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞത് ജൂലിയസ് സീസറാണ്. നമുക്ക് പരിചയമുള്ള ഷേക്സ്പിയറിൻ്റെ ഒരു നാടകമുണ്ടല്ലോ, ജൂലിയസ് സീസർ എന്ന പേരിൽ. അതേ ജൂലിയസ് സീസർ. അപ്പോൾ ഈ സിസറോ പറഞ്ഞ ഒരു കാര്യം ഇതിനോട് ബന്ധമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, റോമാക്കാർക്ക് 2 ദൈവങ്ങളുണ്ട്. റോമാക്കാർക്ക് 2 ദൈവങ്ങളല്ല, 30,000 ദൈവങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ പേര് ഞാൻ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്കും എനിക്ക് ഒന്നുപോലെ ബോധം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിയുന്നില്ല. ഈ ഒരു പ്രസ്താവനയിൽ സിസറോ പരാമർശിക്കുന്ന 2 ദൈവങ്ങൾ മാത്രമാണ്. അതിലൊന്ന് ധാന്യങ്ങളുടെ ദൈവം. ആ ധാന്യങ്ങളുടെ ദൈവത്തിൻ്റെ പേര് സിറീസ് എന്നാണ്. CERES, സിറീസ്. അതിൽ നിന്നാണ് ഈ സീരിയൽ എന്ന വാക്കുണ്ടായത്. അതിൽ നിന്നാണ് സെറിലാക്ക് എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം. എൻ്റെ മക്കൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ ഒത്തിരി സെറിലാക്ക് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം റോമാക്കാർ ധാന്യങ്ങൾക്ക് വേണ്ടി ഒരു ദൈവത്തെ സങ്കല്പിച്ചിരുന്നു. ദൈവത്തിൻ്റെ പേര് സിറീസ് എന്നായിരുന്നു, CERES. അപ്പം അങ്ങനെ ഒരു ദൈവം. രണ്ടാമത് വീഞ്ഞിന് ഒരു ദൈവത്തെ കണ്ടുപിടിച്ചിരുന്നു. ആ ദൈവത്തിൻ്റെ പേരാണ് ബാക്കസ്, BACCHUS, ബാക്കസ്. ഇപ്പം 2 ദൈവങ്ങൾ, സിറീസ് ആൻഡ് ബാക്കസ്. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുമ്പോൾ നമുക്കിനിയും സിസറോ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സിസറോ പറഞ്ഞു, റോമാക്കാരായ ഞങ്ങൾ ധാന്യത്തിനൊരു ദൈവത്തെ കണ്ടുപിടിച്ചു, വീഞ്ഞിനൊരു ദൈവത്തെ കണ്ടുപിടിച്ചു. അതിൽ വലിയ തെറ്റൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് ആസ് എ ടേൺ ഓഫ് സ്പീച്ച്, സംസാരിക്കുന്ന രീതി വെച്ച് അങ്ങനെ പറയുന്നു. അതായത് പ്രതീകാത്മകമായി. കാരണം നമുക്കറിയാം, പുരാതന കാലത്ത് മനുഷ്യർ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളത് ലഭിച്ചാൽ ദൈവത്തിൻ്റെ ദാനമാണ് എന്നവർ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ പാടം, അതിൽ നെല്ല് വിളഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനമാണ്. കൃഷിയുടെ ഫലം വരുമ്പോൾ ദൈവം തന്ന അനുഗ്രഹമാണ്. അങ്ങനെയാണ് ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കണം എന്ന ധാരണയുണ്ടാകുന്നത്. അതിൻ്റെ ഒരു വകഭേദമായിട്ടാണ് ഇപ്പോൾ ആളുകൾ ബാങ്കിൽ നിന്ന് പൈസ കടമെടുത്ത് കാറ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഗോഡ്സ് ഗിഫ്റ്റ് എന്നെഴുതി വെക്കുന്നത്. ഗോഡ്സ് ഗിഫ്റ്റ് എന്നെഴുതി വെക്കുന്നത് ആ പണ്ടത്തെ ആ മനോഭാവം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. ആ ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് എഴുതിക്കൊണ്ട് കടം തന്ന ബാങ്ക് മാനേജറുടെ മുമ്പിൽ ചെന്ന് വണ്ടി നിർത്തിയാൽ ആൾ പറയും, ഞാൻ നിനക്ക് കടം തന്നിട്ടില്ലോടാ, എൻ്റെ ബാങ്ക് കടം തന്നിട്ടില്ലോടാ, നീ ഗിഫ്റ്റ് വാങ്ങിച്ച് എന്ന് ചോദിക്കാനിടയുണ്ട്. പോട്ടെ, അത് നമ്മുടെ വിഷയമാണ്. അപ്പോൾ സിസറോ പറയുന്നത്, ധാന്യത്തിനും വീഞ്ഞിനും നിങ്ങൾ 2 ദൈവങ്ങളെ ഉണ്ടാക്കി, സിറീസ് എന്നും ബാക്കസ് എന്നും. അത് മനുഷ്യൻ്റെ ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള ഒരു രീതിയാണ്, എ മാനർ ഓഫ് സ്പീക്കിംഗ്. കുഴപ്പമില്ല. എന്നാൽ അതേസമയം തന്നെ അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ധാന്യങ്ങൾ കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇറ്റ് ഈസ് ഇൻസെയിൻ ടു ബിലീവ്
that when you eat corn or drink wine, you are eating your gods. ഇത് മനസ്സിലാക്കുമെങ്കിൽ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരുമായി തൻ്റെ പരശുശ്രൂഷയുടെ മാധ്യമത്തിൽ ഒരേ ഒരു അവസരത്തിൽ നടത്തിയ അന്ത്യ അത്താഴം. അതിൻ്റെ മധ്യേ ഒരപ്പം എടുത്ത് നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ ഞാൻ പാനപാത്രം എടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തം. ഇതാണ് നമ്മുടെ അനുഭവത്തിൻ്റെ, ഈ സക്രമത്തിൻ്റെ കേന്ദ്രഭാഗം. അത് യാതൊരു സംശയമില്ല. ഇവിടെ അച്ഛന് പറ്റിയ അക്കിടി, ഈ അക്കിടി എല്ലാ സഭകളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ തലയിൽ ഇട്ട് കൊടുക്കുന്ന ഒരു വലിയ വലിയ തെറ്റിദ്ധാരണയാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ അന്തിമഘട്ടത്തിൽ എല്ലാം നിവൃത്തിയായി എന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനിയും താൻ ഈ ലോകത്തിൽ ഉണ്ടാകുകയില്ല, അവസാനമായി തൻ്റെ ശിഷ്യന്മാരുമായി ഒരു ആഹാരം കഴിക്കണം എന്ന് ന്യായമായി ആഗ്രഹിച്ചപ്പോൾ നടത്തിയ ശുശ്രൂഷയിൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യമനുസരിച്ച്, അതിൻ്റെ പരിശുദ്ധിയും ദൈവീകമായ മാഹാത്മ്യത്തിൻ്റെ അത്ഭുതകരമായ തോതുമനുസരിച്ച് ഒരു സാധാരണ അപ്പം എടുത്ത് നുറുക്കി ഇതിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ അതിന് വലിയ 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 അർത്ഥമുണ്ട്. യേശുവിൻ്റെ വായിൽ നിന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് മുട്ടുകുത്തി അത് തന്നെയാണ് എന്ന യാതൊരു സംശയവുമില്ലാതെ നെഞ്ചിലേറ്റാൻ നമുക്ക് വലിയ ആവേശമുണ്ടാകും. അതുപോലെ തന്നെ വീഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ അത് പരമമായ സത്യമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല, എനിക്കില്ല. എന്നാൽ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് സഭയുടെ ഏതോ അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു 4 അയലത്തെത്താൻ ആ പുരോഹിതനോ കുറേ നാൾ പുരോഹിതനായിരുന്ന എനിക്കോ കഴിയാത്ത അവസ്ഥയിൽ എന്നെ പോലൊരുത്തൻ, മറ്റേ അച്ഛനെ അങ്ങ് വിട, എന്നെ പോലൊരു ഒരുത്തൻ ഉണക്ക ആപ്പം എടുത്ത് കിടി കിടി എന്നൊടിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് വാക്കുകൾ പറഞ്ഞു, ഇതാണ് മറ്റേതാണ് പറഞ്ഞു, പിന്നെ കുന്തൊക്കെ ഒന്ന് കുഴച്ചു, പിന്നെ അതൊക്കെ കൈയൊക്കെ ഒന്ന് കാണിച്ചു. അതൊന്ന് യേശുവിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ, അത് യഥാർത്ഥത്തിൽ ആക്ഷരികമായിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ മുഴുവൻ ഭ്രാന്തുണ്ടായിരിക്കും. ഇത് യേശുവിനെ അപമാനിക്കുന്ന പരിപാടിയാണ്. കാരണം എന്താണെന്നറിയാമോ? ആ ഒരു സക്രമത്തിൽ കൂടെ യേശു അടയാളപ്പെടുത്തിയത് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്നും ആ മാഹാത്മ്യമായിരിക്കണം തൻ്റെ ശിഷ്യന്മാർ അവരെ തന്നെ അളക്കുവാൻ ഉപയോഗിക്കുന്ന അളവുകോലെന്നും കൃത്യമായി രേഖപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അവനെ പോലെ ആയിത്തീരുക എന്നാണ് എൻ്റെ അർത്ഥം. മറ്റേ യാതൊരു അർത്ഥവും അതിനകത്തില്ല. അല്ലെ, ഓർത്തിട്ടെന്താണ് കാര്യം? ഒരു വ്യക്തിയെന്ന് ഓർക്കുന്നത് എന്തിനാണ്? ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ, അതിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതാവഹമായ അനുഗ്രഹങ്ങൾ, അത് നമ്മളിലും യാഥാർത്ഥ്യമായി തീരുന്നതിന് വേണ്ടിയാണ് നാം ഓർക്കുന്നത്. അല്ല, യാതൊരു അർത്ഥവും ഈ ഓർമ്മയ്ക്കില്ല. അത് കൂട്ടാക്കാതെ കുറച്ച് തുണി ശരീരത്തിലുണ്ട്, പിന്നെ സഭയുടെ മേൽക്കൂരയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് ഈ ചെറിയ ചെറിയ ഉറുമ്പിന് കഴിക്കാൻ മാത്രമുള്ള ഈ ഉണങ്ങിയ അപ്പക്കഷ്ണം യേശുവിൻ്റെ ശരീരമായി തീർന്നു ആക്ഷരികമായി എന്ന് പറയുന്നത് യേശുവിനോട് കാണിക്കുന്ന വലിയൊരു അനീതിയും അപമാനവുമാണ്. യാതൊരു സംശയമില്ല. ഇനി ഇത് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. യേശു ഒരപ്പം എടുത്ത് അത് തൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞത് പ്രതീകാത്മകമാണ്, ആക്ഷരികമല്ല. അതിനകത്ത് യാതൊരു സംശയം ഉണ്ടാകാൻ സാധ്യമല്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യേശു അവിടെ നിൽക്കുകയാണ്, തൻ്റെ 12 ശിഷ്യന്മാരും അവിടെയുണ്ട്. അവരവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആഹാരമധ്യേ യേശു ഒരു അപ്പം, നമ്മുടെ ഒരു റൊട്ടി, ഒരു വലിയ റൊട്ടി അപ്പം എടുത്ത് അത് നുറുക്കുന്നു. ആ അപ്പം
ആക്ഷരികമായ യേശുവാണ്. ഒരിക്കലും സാധ്യമല്ല. അത് പ്രതീകാത്മകമായി യേശുവാണ്. അത് യേശുവിനെ സൂചിപ്പിക്കുന്നു. യേശുവിനെ സൂചിപ്പിക്കാതെ പറഞ്ഞ അർത്ഥം എന്താണ്? യേശു തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ആധികാരികമായ ഗുണങ്ങളെയും ഘടകങ്ങളെയും അതിലേക്ക് സന്നിവേശിപ്പിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് മാത്രവുമല്ല, അങ്ങനെ ഒരു സാധാരണ വസ്തു കയ്യിലെടുത്ത് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആധികാരികത, അതിൻ്റെ അഭൗമമായ മാഹാത്മ്യങ്ങൾ അതിൽ സന്നിവേശിപ്പിക്കണമെങ്കിൽ അപ്രകാരം ചെയ്യുവാനുള്ള ഒരു ആത്മീയമായ അധികാരം യേശുവിനുണ്ടായിരിക്കണം. യേശുവിന് അധികാരം ഉണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിൽ നിന്ന് കടമെടുക്കുന്ന അധികാരത്തിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ കരിസ്മ എന്ന് പറയും. യേശുവിന് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കരിസ്മ ഇല്ലായിരുന്നു. യേശുവിന് പേഴ്സണൽ കരിസ്മ, വ്യക്തിപരമായ അധികാരമുണ്ടായിരുന്നു. സംഘടനാപരമായ അധികാരത്തിൻ്റെ കീഴിലല്ല യേശു പ്രവർത്തിച്ചതെന്ന് അറിയാൻ വയ്യാത്തത് ആരാണ്? സഭ ചെയ്തത് എന്താണ്? ആ വ്യക്തിപരമായ അധികാരം, ആത്മീയമായ അധികാരം, പേഴ്സണൽ കരിസ്മ, അത് അങ്ങ് തുടച്ചു നീക്കിയിട്ട് അത് നേടിയെടുക്കാൻ ഇച്ചിരി ഇമ്മിണി പാടാണ് എന്നതുകൊണ്ട് അതിന് പകരം ഒരു സ്ഥാപനത്തിൻ്റെ കരിസ്മ എന്ന് പറയുന്നത് അതുണ്ടോ ഇല്ലയോ ദൈവത്തിനറിയാം. അതവിടെ കൊണ്ടുവച്ചു. സഭയുടെ അധികാരം, സഭയുടെ ആത്മീയമായ അധികാരം കൊണ്ടുവച്ചു. അങ്ങനെ സഭ കൈവെപ്പിൽ കൂടെ ഒരു വ്യക്തിയെ പുരോഹിതനാക്കുന്നു. ഒരു ബിഷപ്പിൻ്റെ തല ഈ ഉള്ളവൻ്റെയും ബിഷപ്പിൻ്റെ കൈ ഈ ഉള്ളവൻ്റെ തലയിൽ കൊണ്ടതാണ്. എനിക്കതുകൊണ്ട് യാതൊരു ആത്മീയമായ രൂപാന്തരവും ഉണ്ടായില്ല. അത് നിങ്ങൾ വിശ്വസിക്കും, തീർച്ചയായിട്ടും വിശ്വസിക്കും. അപ്പോൾ ഈ കൈവെപ്പിലൊന്നും ഒരു ക്നാപ്പുമില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. ഇത് വെറും പച്ച കള്ളമാണ് പറയുന്നത്. മനുഷ്യനെ ഇങ്ങനെ അന്ധവിശ്വാസത്തിൽ കെട്ടിയിടാൻ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നു. യേശു ഇപ്രകാരമുള്ള ഒരു അന്ധവിശ്വാസവും പറയുകയോ പഠിപ്പിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ യേശു പറഞ്ഞതും പഠിപ്പിച്ചതും എല്ലാം കയ്യിലെടുത്ത് അതിൽ മുഴുവനും അന്ധവിശ്വാസം സ്ഥാപിച്ചാണ് സഭകളിങ്ങനെ അർമാദിച്ച് പണക്കൊഴുപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവൻ സത്യത്തോട് അല്പമെങ്കിലും നീതി പാലിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു വ്യക്തി ഒരപ്പം എടുത്ത് അതെൻ്റെ ശരീരമാണ് എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം അതിൻ്റെ പരിപൂർണതയിൽ, അതിൻ്റെ അഭൗമമായ പരിപൂർണതയിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടും ഉദാഹരണം. യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് വിളിച്ചത് ONV കുറുപ്പാണ്. കവിയായിരുന്ന അനേക സിനിമകൾക്ക് പിന്നണി ഗാനം ലിറിക്സ് എഴുതിയ ONV കുറുപ്പ് യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് വിളിച്ചു. ഈ ഗന്ധർവൻ എന്ന ആശയം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ, യേശുദാസ് മനുഷ്യനല്ല, യേശുദാസ് ദൈവവുമല്ല, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരവസ്ഥ ഗന്ധർവൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ONV കുറുപ്പിൻ്റെ അനുഭവത്തിൽ, അഭിപ്രായത്തിൽ, വിലയിരുത്തലിൽ യേശുദാസിൽ സംഗീത ജ്ഞാനവും സംഗീത ബോധവും സംഗീതത്തിൻ്റെ മാധുര്യവും അതിൻ്റെ ഉച്ചകോടിയിലെത്തി. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു മനുഷ്യനായി ചിന്തിക്കാൻ സാധ്യമല്ല. തന്നെയുമല്ല, നിങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ പാടുമ്പോൾ, ആൺകുട്ടികൾ പാടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ സ്വരങ്ങളിലെല്ലാം യേശുദാസിൻ്റെ സ്വരത്തിൻ്റെ ഒരു രുചി വിദൂരമായിട്ടെങ്കിലും കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അത്രമാത്രം യേശുദാസ് മലയാളിയുടെ സംഗീത ബോധത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കേരള സംഗീതത്തിൽ, മലയാളിയുടെ സംഗീത ബോധത്തിൽ യേശുദാസ് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ യേശുദാസ് ഒരു വാക്കെടുത്തിട്ട് ഇതെൻ്റെ സംഗീതമാണ് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. ഇതെൻ്റെ സംഗീതമാണ് എന്ന് യേശുദാസ് പറയുമ്പോൾ ആ സ്വരത്തിൽ കൂടെ ആ വാക്കിന്
സംഗീതത്തിന്റെ ആത്മാവ് പകരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്നിരിക്കും. ആ സ്ഥാനത്ത് ഞാൻ ചിരട്ട കൊണ്ട് പാറയുടെ മേൽ ഉരച്ചാൽ എന്ത് ശബ്ദമാണ് വരുന്നത്, അതേ ശബ്ദമുള്ള ഈ കിഴവൻ ഒരു വാക്കെടുത്തിട്ട് പറയുകയാണ്, ഇത് സംഗീതമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ മടൽ വെട്ടി അടിക്കണം. സംഗീതത്തോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ എന്നെ മടൽ വെട്ടി അടിക്കും. അത് കൊള്ളാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ വ്യത്യാസം ദയവായി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ചില പുരോഹിതന്മാരായതുകൊണ്ട്, മെത്രാന്മാരായതുകൊണ്ട് അവരൊരു ഉണക്ക അപ്പത്തിൻ്റെ ഇങ്ങനെ പൊട്ടിച്ച് ഹൂസ് ഹൂസ് പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ അത് യേശുവിൻ്റെ ശരീരമാണ്, അത് നിലത്ത് വീണാൽ പോയി ഞാൻ നരകത്തിൽ പോകും എന്ന് പഠിപ്പിച്ചെങ്കിൽ ആ സഭ ആ പുരോഹിതനോട് ചെയ്ത അപരാധമാണ്. അതിൻ്റെ ഫലമാണ് ആ നിർദോഷിയായ പുരോഹിതൻ അനുഭവിക്കുന്നത്. ഇത് മനുഷ്യന്റെ മനസ്സിൽ അനാവശ്യമായ പാപബോധം വരുത്തുവാനും അപകർഷതാബോധത്തിന്റെ കയത്തിൽ അവനെ ചവിട്ടിത്താഴ്ത്തുവാൻ മാത്രം ഉപയോഗപ്രദമാകുന്ന ചില അന്ധവിശ്വാസങ്ങളാണിത്. നിങ്ങൾ ഒരു കാര്യം ദയവായി മനസ്സിലാക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ചത് ഒരു നല്ല ആഹാരമായിരുന്നു. അന്ത്യ അത്താഴം നല്ലൊരു ആഹാരമായിരുന്നു. വയറ് നിറച്ച ഒരു ആഹാരം കഴിച്ചു. അങ്ങനെ ഒരു ആഹാരം ഇവർ ഒന്നുണ്ടാക്കി തരട്ടെ. അങ്ങനെ ആഹാരം കഴിച്ച് ജനം സന്തോഷിച്ചിരിക്കുമ്പോൾ പുരോഹിതൻ എഴുന്നേറ്റ് ഒരപ്പം എടുത്ത് നുറുക്കി ഇതെൻ്റെ ശരീരമാകുന്നു എന്നൊന്ന് പറയട്ടെ, പൊളിക്കും. ഇതെല്ലാം എങ്ങനെ നോക്കിയാൽ, ഞാൻ ഇതിനെപ്പറ്റി 5-6 വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ ആശയങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതൊരു വ്യക്തിയായി തീർന്ന ദുരവസ്ഥ അറിഞ്ഞിട്ട് അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. 80 വയസ്സുള്ള 81 വയസ്സുള്ള ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ കുറ്റബോധത്തിൻ്റെ കയത്തിൽ മുങ്ങി മരിക്കുകയാണ് ഒരു അന്ധവിശ്വാസം കൊണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എത്രാമത്തെ വയസ്സിലാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, വാഴ്ത്തി നുറുക്കിയ ഒരു അപ്പക്കഷ്ണം വീണു. അതിൻ്റെ കുറവ് നികത്താനായിട്ട് അദ്ദേഹം മുട്ടുകുത്തി നിന്ന് നക്കി തിന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പാപബോധം മാറാതെ വഹിക്കാൻ വയ്യാതെ അദ്ദേഹം കിടന്ന് വിഷമിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കും. ഇങ്ങനെ തൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ വാഴ്ത്തി നുറുക്കിയ ഒരു അപ്പകഷ്ണം നിലത്ത് വീണതുപോലെ ഇത്രമാത്രം കുറ്റബോധം അനുഭവിക്കുന്ന കത്തനാരൻ ആജീവനാന്തം തൻ്റെ ഭാര്യയോട് നീതി പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നത് സമ്മതിക്കുമ്പോൾ തന്നെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, അത് സാരമില്ല എന്നും വിചാരിക്കുന്നു രണ്ടും. അപ്പോൾ തൻ്റെ ഭാര്യ, അതായത് ദൈവത്തിൻ്റെ മുൻപിൽ പ്രതിജ്ഞയെടുത്ത് എൻ്റെ ജീവനെ പോലെ കാത്തുകൊള്ളാം, ഞാൻ ഉണ്ടില്ലെങ്കിലും ഊട്ടിക്കാം, ഞാൻ ഉടുത്തില്ലെങ്കിലും ഉടുപ്പിക്കാം എന്നൊക്കെ ദൈവത്തിൻ്റെ മുൻപിൽ പ്രതിജ്ഞ ചെയ്ത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഈ ഭാര്യയെ തികച്ചും താൻ ഉപേക്ഷിച്ചു എന്ന് അദ്ദേഹം തന്നെ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. അങ്ങനെ ദൈവസന്നിധി ചെയ്ത പ്രതിജ്ഞയെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സഭയുടെ അടിയാനായി കുടിയാനായി ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ സംഭവിച്ചു പോയൊരു ചെറിയ അബദ്ധം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നീതിബോധം എന്തായിരുന്നു? അതൊന്നും ആർക്കും പ്രശ്നമല്ല. വാട്ടി നുറുക്കി ഒരു അപ്പകഷ്ണം വീണുപോയോ നരകം, മറ്റൊന്നുമില്ല, നരകം. ഇതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇതെനിക്ക് വിശ്വസിക്കുന്നത് പോട്ടെ, ഇത് സഹിക്കാൻ പ്രയാസമാണ്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ വടം കൊണ്ട് ജനങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഐറണി എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ജനങ്ങളെ അന്ധവിശ്വാസത്തിൽ തളച്ചിടാനായി തത്രപ്പെടുന്ന കത്തനാരന്മാരാണ് അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വരുമ്പോൾ അവരുണ്ടാക്കിയ കെണിയിൽ അവർ തന്നെ വീണുപോകുന്നത്. ഞാൻ ഒരു കാര്യം മുമ്പ് സൂചിപ്പിച്ച് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ അടുത്ത 2, 3, 4 വർഷങ്ങളായി എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ള വയോധികരായ ഏവരും, അതായത് 70 വയസ്സിന് മേലുള്ള എല്ലാവരും വളരെ 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 ധർമ്മസങ്കടത്തിലാണ്, അങ്കലാപ്പിലാണ്. മരണം അടുത്തു വരുന്നു, എന്ത് സംഭവിക്കും, സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ, മരണാനന്തരം എന്ത് സംഭവിക്കും. അവരെല്ലാം വിശ്വാസികളായിരുന്നു.
അവരുടെ മാതൃസഭ അവർക്ക് നൽകിയ ആത്മീയമായ വിഭവങ്ങൾ നിർലോഭം അവർ ആഹരിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഈ ജീവിതത്തിൻ്റെ വയോധികമായ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെ അവസ്ഥയിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് ചപ്പും ചവറുമായി മാറിപ്പോയി. അവർക്കൊന്ന് മുറുകെ പിടിക്കാനൊന്നുമില്ല. അവരങ്കലാപ്പിലാണ്. അവർക്ക് ഒന്ന് കൈത്താങ്ങൽ നൽകാൻ കഴിയുന്ന ഒരു സഭയും കേരളത്തിലില്ല. അങ്ങനെയുള്ളവരെ അങ്ങ് തള്ളി മാറ്റിയിട്ടിരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ചോദ്യങ്ങൾ, അവരുടെ ബിംബിഷ്ടങ്ങൾ ഒന്ന് അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്ന, അതിനല്പമെങ്കിലും ആശ്വാസം പകരുവാൻ ശ്രമിക്കുന്ന ഒരു ശ്രമവും നടക്കുന്നില്ല എന്നത് സത്യമാണ്. അല്ലെങ്കിൽ എന്നെ അന്വേഷിച്ചാലും വരികയില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ദുഃഖജനകമായ ഈ അവസ്ഥ, നിരാശാജനകമായ അവസ്ഥ, മനുഷ്യനെ നശിപ്പിക്കുന്ന ഈ അവസ്ഥ, മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥത്തെ ചവിട്ടി മെതിക്കുന്ന, ഈ പന്നിയുടെ മുമ്പിൽ മുത്തിട്ട് കൊടുക്കരുത്, അത് ചവിട്ടി മെതിച്ച് നിന്നെ ചീന്തിക്കളയുമെന്ന് യേശു പറയുന്നില്ലേ, അങ്ങനെ അർത്ഥശൂന്യമാക്കുന്ന ഈ അവസ്ഥ, ഇതിൻ്റെ അപകടം ജനം തിരിച്ചറിയണമെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഏവരോടും അഭ്യർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.